ദൈവത്തിന് സ്തോത്രം. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. കഥാപാത്ര പഠനത്തിലെ അവസാന ക്ലാസ്സിലേക്ക് സ്വാഗതം. വേദപുസ്തകം ആദ്യം മുതൽ നോക്ക്. പെർഫെക്റ്റായവർ, കൊള്ളാവുന്നവർ എത്ര പേരുണ്ട്? ആദം, ഹൗവ. നോഹ നീതിമാനായിരുന്നു, പക്ഷേ ഒരിക്കൽ ലക്ക് കേട്ട് കാണിച്ച കാര്യം അറിയാമല്ലോ. അബ്രഹാം തൻ്റെ ചെറിയൊരു പിഴ, വലിയ ദുരന്തം ഇന്നും അനുഭവിക്കുന്നു. യാക്കോബ് എന്തോ ചതിയനായിരുന്നു. ശൗൽ, ദാവീദ്, പിന്നെ പത്രോസ്. ഇങ്ങനെ വീണു എണീറ്റും യാത്ര ചെയ്ത സാക്ഷികളുടെ സമൂഹം. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? അവരുടെ തെറ്റ് മാതൃകയാക്കാനല്ല, തെറ്റ് തന്നെ. നമ്മൾ അവരെക്കാൾ മെച്ചമല്ല. നാം എത്ര സൂക്ഷ്മതയോടെ ദൈവകൃപയിൽ ആശ്രയിക്കണം. വി ആർ സോ ഫ്രജൈൽ എന്നതാണ്. താളടിയാവാതെ വീണു പോകാതെ നമ്മെ നടത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. മാത്രമല്ല, സാത്താൻ്റെ തല നമ്മുടെ കർത്താവ് ക്രൂശിൽ തകർത്തു. അതുകൊണ്ട് നമ്മൾ മിടുക്കരായി നടക്കുന്നു. എന്നാലും ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നാൽ അറിയില്ല, നമുക്കാരെയും വിധിക്കാനാവില്ല. വീണവരെ ചേർത്ത് പിടിക്കും. കർത്താവ് അതിലേ ചെയ്തത്. പത്രോസ് എത്ര പ്രാവശ്യം ആകെ അലച്ച് തള്ളിപ്പറഞ്ഞു. കൂടെ നിൽക്കേണ്ട സമയത്ത് ഓടിപ്പോയ ശിഷ്യന്മാരെ തേടിപ്പോയി നമ്മുടെ കർത്താവ്. സമൂഹത്തിൽ, ഭവനത്തിൽ, സഭയിൽ, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സമയത്ത് ഇടറിപ്പോയവരെ ചേർത്ത് പിടിക്കുക. ദൈവം ക്ഷമിച്ചു കളഞ്ഞാലും ഞാൻ വിടമാട്ടെ എന്ന വാശി എന്തിനാ? 3 ആഴ്ചയാകുന്നു ഊസ് ദേശത്തും പരിസരത്തുമായി നാം ചുറ്റിക്കറങ്ങുന്നു. മതി, തിരികെ പോകാറായി. വാഹനം റെഡി. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഈ 3 ആഴ്ചകൾ കണ്ടു എന്ന് നോക്കാം. ദൂരക്കാഴ്ചയിൽ ഇയ്യോബിൻ്റെ ഭാര്യ എന്ന അപ്രിയ കഥാപാത്രം 1-ാം ക്ലാസ്സിൽ കണ്ടു. 2, ഒരു കൊച്ചു പെൺകുട്ടി ഇയ്യോബിൻ്റെ സാമർഥ്യമുള്ള ഭാര്യയായി മാറുന്നു. 3, കഴിവുറ്റ മാതാവ് മാതൃത്വത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി തന്നു. 4, ഇയ്യോബിൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, സ്നേഹം തുളുമ്പുന്ന ബന്ധം. 5, ഇയ്യോബിൻ്റെ ശുഭകാലം. കുടുംബത്തിൽ നിന്ന് തലമുറകളിലേക്ക്, സമൂഹത്തിലേക്ക്, ദേശത്തെങ്ങും നീണ്ടു ചെന്ന നന്മയുടെ കരം. ദൈവത്തിൻ്റെ പ്രകാശം തൻ്റെ മേൽ ചുറ്റിമിന്നി. 3 വേലി, അതായത് 3 ഗേറ്റിട്ട് ബന്ധവസാക്കിയ കുടുംബം. 6, വേലി കണ്ടുപിടിച്ച സാത്താൻ വേലി പൊട്ടിക്കാൻ ദൈവത്തിൻ്റെ അനുവാദം വാങ്ങി പുറപ്പെടുന്നു. 7, അപ്രതീക്ഷിതമായി 1, 2, 3, 4 മിസൈൽ ആക്രമണം. കച്ചിത്തുറുവിന് തീപ്പൊരി വീണ പോലെ എല്ലാം കഴിഞ്ഞു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ഈ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ഉറച്ചു നിന്ന ഇയ്യോബ് സാത്താനെ പരാജയപ്പെടുത്തി. 8, സാത്താൻ്റെ 2-ാം ഊഴം. ദുരന്ത പെരുമഴ, ഭർത്താവിൻ്റെ രോഗാവസ്ഥ, അങ്ങനെ തകർന്നുപോയ ഭാര്യ. 9, നീറുന്ന വ്രണത്തിൽ ചവർക്കാരം പകരുന്ന വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. 10, ദൈവിക ഇടപെടൽ, ദൈവത്തിൻ്റെ തീർപ്പുകൾ. തകർന്ന മനുഷ്യൻ സ്വയനീതിക്കാർക്ക് വേണ്ടി യാഗമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേലുള്ള ദൈവകോപത്തിന് പ്രായശ്ചിത്തം വരുത്തി. ലേവ്യ പുസ്തകത്തിലെ 4-ാം അധ്യായം. പുരോഹിതൻ, പ്രമാണി, സാധാരണ ജനം ഇവർ പാപം ചെയ്താൽ പ്രായശ്ചിത്തമായി പാപയാഗത്തിന്
കാള, ആൺകോലാട്, പെൺകോലാട് ഇങ്ങനെ ഗ്രേഡ് വ്യത്യാസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ ഒരുപോലെയല്ല. ഇവിടെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ഇയ്യോബ്, ഭാര്യ, പിന്നെ ഏലിഹു, ഇവർക്ക് ദൈവം ന്യായമായി നൽകി. 11. ദൈവപ്രസാദത്താൽ ഫീനിക്സ് പക്ഷികളെപ്പോലെ സ്വന്തം ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഇയ്യോബും ഭാര്യയും ജീവിതം പുനരാരംഭിച്ചു. 12. നമ്മുടെ കഥാപാത്രം. ചങ്കിൽ തറച്ച വാളുകൾ, ദേഹത്ത് തറച്ച അമ്പുകൾ. ഇയ്യോബിൻ്റെ ഭാര്യ ചൂളയിൽ ഉരുക്കിയെടുത്ത 24 കാരറ്റ് തനിത്തങ്കം. 2 വട്ടം ഉന്നം പിഴയ്ക്കാത്ത കുടുംബജീവിതം നയിച്ചവൾ. 13-14 ക്ലാസ്സുകളിലായി പെൺകുട്ടികൾക്കുള്ള അല്പ ഉപദേശങ്ങളും പിന്നെ ആൺകുട്ടികൾക്കും ആൺകുട്ടികളുടെ മാതാവിനും ഉള്ള ഉപദേശവും നമ്മൾ അല്പമായിട്ട് കണ്ടു. അപ്രിയ കഥാപാത്രത്തിൽ നിന്ന് വേദപുസ്തകത്തിലെ ഉത്തമ കുടുംബിനി, മാതൃകാ മാതാവ്, സൂപ്പർ മം എന്ന വിക്ടറി സ്റ്റാൻഡിലേക്ക് ഉയർത്തപ്പെടാൻ പിന്നിട്ട പടികൾ പുഷ്പങ്ങൾ വിതരവയായിരുന്നില്ല. കല്ലും മുള്ളും പാകിയതുമായിരുന്നില്ല. പാകിയത് കനൽക്കട്ടകളായിരുന്നു. എതിരഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഇടറിയവരോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എൻ്റെ ചിന്ത ഈ വഴിയൊക്കെ പോയി. ഈ മാതാവിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് അവസരമുണ്ട്. വിക്ടറി സ്റ്റാൻഡിൻ്റെ ഇടതുവശത്തുകൂടി കയറി ഹസ്തദാനം നൽകി വലതുവശത്തുകൂടി പോകുക. തിരക്ക് കൂട്ടണ്ട. കഴിഞ്ഞല്ലോ, സഹോദരി യാത്രയാവുകയാണ്. നാം വീണ്ടും കാണും എന്ന പ്രത്യാശയോടെ നമ്മളും തിരികെ പോവുകയാണ്. ഈ കൊച്ചു പാട്ട് ആ മാതാവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദേശമെങ്ങും ശോഭ ചിന്നിയ ജോബിനും കുഞ്ഞുങ്ങൾക്കൊപ്പം കാണുമോ അമ്മയിൻ മുഖമിന്നു ഞങ്ങൾ. ദേശമെങ്ങും ശോഭ ചിന്നിയ ജോബിനും കുഞ്ഞുങ്ങൾക്കൊപ്പം കാണുമോ അമ്മയിൻ മുഖമിന്നു ഞങ്ങൾ. ആ അമ്മയിൻ മുഖമിന്നു ഞങ്ങൾ. ആ മനം കാണുവാൻ വൈകിപ്പോ എങ്കിലും നന്ദി എൻ ദൈവമേ. മങ്ങിയ കാഴ്ചകൾ മാറുവാൻ ദൈവത്തിൻ ലേപനം നൽകണേ. മങ്ങിയ കാഴ്ചകൾ മാറുവാൻ ദൈവത്തിൻ ലേപനം നൽകണേ. ദേശമെങ്ങും ശോഭ ചിന്നിയ ജോബിനും കുഞ്ഞുങ്ങൾക്കൊപ്പം കാണുമോ അമ്മയിൻ മുഖമിന്നു ഞങ്ങൾ. ദേശം വരെ ഇങ്ങനെയൊരു യാത്ര പോകാൻ ഇതുവരെയും നമ്മെ സൂക്ഷിച്ച് യാത്ര സുഗമമാക്കി തന്ന വാഹനത്തിൻ്റെ ഉടമസ്ഥനായ നമ്മുടെ ദൈവത്തിന് സകല സ്തുതിയും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. തുടക്കം മുതൽ ഗ്രൂപ്പിലും വ്യക്തിപരമായും നല്ല വാക്കുകളാലും പ്രാർത്ഥനയാലും പ്രോത്സാഹിപ്പിച്ചു കൂടെ നിന്ന് എല്ലാ സഹോദരിമാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം. അവിടുത്തെ ഭക്തൻ്റെ കുടുംബം കടന്നുപോയ കനൽപാതകൾ ദൂരെ നിന്നൊന്ന് കാണുവാൻ അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അടിയങ്ങളോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവിനായി സ്തോത്രം. തന്ന ചിന്തകൾക്കായി വാക്കുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയന് തന്ന ആരോഗ്യത്തിനായി ശബ്ദത്തിനായി എല്ലാം നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മാനവ മഹത്വം പുത്രൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ.